യാസീൻ എന്നുള്ളതിൽ പ്രത്യേകിച്ച് മലയാളികൾ, അതേപോലെ തന്നെ ഈജിപ്തിലും സിറിയയിലുമുള്ള ആളുകൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരാണെന്ന നിലക്ക് പേര് വെക്കും. ഒരാൾക്ക് യാസീൻ പേര് വെക്കണതിന് പ്രശ്നമൊന്നുമില്ല, അത് നിഷിദ്ധമൊന്നുമല്ല. പക്ഷേ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരാണ് എന്ന നിലക്ക് പേര് വെക്കുന്നവരുണ്ട്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ശിഷ്യൻ അഷ്ഹബ് ചോദിക്കുന്നുണ്ട്. ഇമാം മാലിക്കിൻ്റെ ശിഷ്യനാണ് അഷ്ഹബ്. അഷ്ഹബ് ചോദിക്കുന്നുണ്ട്, അയംബഗി ലി അഹദിൻ അൻ യുസമ്മിയ യാസീൻ, ആർക്കെങ്കിലും യാസീൻ എന്ന് പേര് വെക്കൽ സംഗതമാണോ, പാടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇമാം മാലിക് അതിന് പറയുന്നുണ്ട്, ലാ യംബഗി ലി അഹദിൻ അൻ യുസമ്മിയ യാസീൻ, യാസീൻ എന്ന് പേര് വെക്കൽ ആർക്കും ഭൂഷണമല്ല എന്ന് പറയുന്നുണ്ട്. ഇമാം മാലിക് യാസീൻ എന്ന് പേര് വെക്കുന്നതിന് ഒരു കറാഹത്തായിട്ട് ആയിരുന്നു കണ്ടിരുന്നത് എന്നുള്ളതാണ് പണ്ഡിതന്മാർ പറയുന്നത്. പക്ഷേ യാസീൻ എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരാണെന്നുള്ളക്ക് പേര് വെക്കുമ്പോൾ എന്നിട്ട് അതിലൊരു ഇഷ്കാലുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അനലി അസ്മ, എനിക്ക് ചില പേരുകളുണ്ട് എന്ന് പറഞ്ഞിട്ട് നബിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ആർക്കറിയാം നബിയുടെ പേരുകൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രസിദ്ധമായ പേര്, ഏറ്റവും പ്രസിദ്ധമായ പേര് ഏത്? മുഹമ്മദ്. പിന്നെ അഹ്മദ്, വിശുദ്ധ ഖുർആനിൽ വന്ന പേരല്ലേ മുഹമ്മദ്, അഹ്മദ്. പിന്നെ മുദ്ദസ്സിറൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷണമാണ് പേരല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് പേരുകളുണ്ട് എന്ന് പറഞ്ഞതിൽ പെട്ടതാണ് ഒന്ന് നിങ്ങൾ പറഞ്ഞ അൽ ഹാഷിർ. അത് നബിയുടെ പേരായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അൽ ആഖിബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അൽ ആഖിബ് എന്ന് പേരുണ്ട്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പേരുണ്ട് അൽ മാഹി. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പേരുണ്ട് അൽ മുഖഫി. സഹീഹായ ഹദീസിൽ വന്നാണ് ഈ പേര് അൽ മുഖഫി. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു നബിയുർ റഹ്മ, നബിയുത് തൗബ, നബിയുൽ മലാഹിം. ഇതൊക്കെ നബിയുടെ പേരായിട്ട് പറഞ്ഞിട്ടുണ്ട്. നബിയുത് തൗബ, തൗബയുടെ നബി. നബിയുർ റഹ്മ, എന്താ റഹ്മത്തിൻ്റെ നബി, കാരുണ്യത്തിൻ്റെ നബി. അതുപോലെ നബിയുൽ മലാഹിം എന്നും ചില ഹദീസുകളിൽ, ചില റിപ്പോർട്ടുകളിൽ കാണാം. പിന്നെ തങ്ങൾ യുദ്ധം നയിച്ചിട്ടുണ്ട്. ആ നിലക്ക് നബിയുൽ മലാഹിം എന്നുള്ള അർത്ഥത്തിൽ. ഇവിടെ മുഹമ്മദ്, അഹ്മദ്. പിന്നെ തങ്ങൾ വാഴ്ത്തപ്പെടുന്നവനാണ്, സ്തുത്യർഹനാണ്. അതേപോലെ അള്ളാഹുവിനേറെ വാഴ്ത്തുന്നവനാണ്, സ്തുതിക്കുന്നവനാണ് എന്നൊക്കെ അർത്ഥത്തിൽ അഹ്മദ്. പിന്നെ അൽ ഹാഷിർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ജനകോടികൾ എന്ത് ചെയ്യും, ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും, ഒരുമിച്ച് കൂട്ടപ്പെടും മഹ്ശറിൽ. ആ അർത്ഥത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അൽ ഹാഷിർ എന്ന പേര്. അതുപോലെ അൽ ആഖിബ് എന്ന് പറഞ്ഞാൽ അല്ലദീ ലാ നബിയ ലൈസ ബഅദി നബിയ്യുൻ, എൻ്റെ ശേഷം ഒരു നബിയും ഇല്ല, അന്ത്യപ്രവാചകനാണ് തിരുനബി എന്ന അർത്ഥത്തിൽ അൽ ആഖിബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അൽ മാഹി എന്ന് പറഞ്ഞാൽ യംഹുല്ലാഹു ബി അൽ കുഫർ, എന്നെ കൊണ്ട് അള്ളാഹു കുഫറിനെ മായിക്കും എന്ന് പറഞ്ഞു, കുഫറിനെ മായിക്കും. ആ അർത്ഥത്തിൽ അൽ മാഹി. പിന്നെ അൽ മുഖഫി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആഖിബിദിൻ്റെ അതേ അർത്ഥത്തിലാന്ന് പറഞ്ഞിട്ട് അല്ല പറഞ്ഞത്. ചിലർ പറഞ്ഞാൽ അൽ മുഖഫി എന്ന് പറഞ്ഞാൽ അനുധാവനം ചെയ്യുന്നവൻ, മറ്റു പ്രവാചകന്മാരെ അനുധാവനം ചെയ്യുന്ന നബി എന്ന അർത്ഥത്തിൽ. ഇതൊക്കെ നബിയുടെ പേരായിട്ട് പറഞ്ഞാണ്. ഇതിലിപ്പോൾ 3 പേര് കൂടി ചേർക്കാണ്ടത് നബിയു തൗബ, മറ്റൊന്ന് നബിയുർ റഹ്മ, നബിയുൽ മലാഹിം എന്ന് പറയുന്ന പേരുകൾ. അപ്പോൾ എത്ര പേരായി? 9 പേര്. 9 പേരുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ പേരുകളായിട്ട് പരിചയപ്പെടുത്തിയതാണ്. ഹദീസുകളിൽ സഹിയായിട്ട് വായിക്കാം. അപ്പോൾ അതിലൊന്നും ആരില്ല, യാസീൻ ഇല്ല. പക്ഷേ ചിലരൊക്കെ പാട്ടിലും അതേപോലെ തന്നെ ഈ ചില രചനകളിലൊക്കെ യാസീൻ നബിയുടെ പേരായി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്. അത് ശരിയല്ല എന്നുള്ളത് പറയാനാണ് ഞാനിവിടെ ഈ ഒരു കാര്യം നടത്തിയത്. താഹയും അപ്രകാരമാണ്. അൽ അമീൻ, അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷണമാണ്. അസ്വാദിഖ് നബിയുടെ വിശേഷണമാണ്. പേര് വേറെ, വിശേഷണം വേറെ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നലി അസ്മ, എനിക്ക് പേരുകളുണ്ട് എന്ന് പറഞ്ഞിട്ട് പേരായിട്ട് പരിചയപ്പെടുത്തിയാണ്. അതേസമയം അൽ അമീൻ, അസ്വാദിഖ്, അൽ മസ്ദൂഖ്, ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം, അൽ മുദ്ദസിർ, അൽ മുസമ്മിൽ, അൽ മുസ്തഫ, ഇങ്ങനെ കുറേ വിശേഷണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ട്. ഖാതിമുൻ നബിയീൻ, അൽ ബഷീർ, അൻ നദീർ, ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിശേഷണങ്ങൾ കുറേ ഉണ്ട്. അത് പേരുകളല്ല, സിഫത്ത് വേറെ, ഇസ്മു വേറെ.